ஆனவரே ஆவியானவரே அன்பின் ஆவியானவரே பரிசுத்த ஆவியானவரே. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം യേശുക്രിസ്തു നമുക്ക് തരുന്ന ഒരു വാഗ്ദത്തം, ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ 14-ാം അധ്യായം അതിൻ്റെ 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16, 17 വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, കർത്താവായ യേശുക്രിസ്തു എന്നെ നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് വേറെ ഒന്നുമല്ല. പിന്നെയോ, യേശുക്രിസ്തു എന്നെ നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യം യേശു ജീവിച്ചതുപോലെ ജീവിക്കണം. സ്തോത്രം. എന്നാൽ ഒരുപാട് വചനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം, ആരും കാണാതെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം, ആരും കാണാതെ ഉപവസിക്കണം. നോക്കിയേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയാണ്. സ്തോത്രം. എങ്ങനെ സഹായിക്കണം, ആരും കാണാതെ സഹായിക്കണം. സ്തോത്രം. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്, അങ്ങനെ സഹായിക്കാവൂ. പിന്നെ സ്തോത്രം, ശത്രുവിനെ സ്നേഹിക്കണം. പിന്നെ മറ്റുള്ളവരെ കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്തോത്രം. നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. പിന്നെ അനീതിയോട് കൂട്ട് നിൽക്കരുത്. പിന്നെ സ്തോത്രം, ആരെയും വിധിക്കരുത്. ഇങ്ങനെയുള്ള വലിയ വലിയ കൽപ്പനകളാണ് ആര് തന്നിരിക്കുന്നത്? ദൈവം. ഇതെല്ലാം യേശുവിനുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ പ്രകാരം ജീവിക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും അല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്ന ആഗ്രഹമുണ്ടോ? എന്നാൽ എന്നേക്കും കൂടെ ഇരിക്കാൻ ഞാനൊരു കാര്യസ്ഥനെ തരാൻ പോവുകയാണ്. ഈ കാര്യസ്ഥൻ നിൻ്റെ അടുക്കൽ വരുമ്പോൾ, കർത്താവ് എനിക്ക് സ്നേഹമുണ്ടപ്പാ, യേശുവിനെ സ്നേഹമുണ്ട്, യേശുവിനോട് ഇഷ്ടമുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് യേശുവിനോട് സ്നേഹമുണ്ട്, യേശുവിനോട് ഇഷ്ടമുണ്ടെങ്കിലും എനിക്ക് അങ്ങേ അനുസരിപ്പാൻ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പാപം എൻ്റെ ജീവിതത്തിൽ വരുന്നു, എൻ്റെ ജീവിതത്തിനകത്തുള്ള തെറ്റുകൾ വരുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് കുറവ് വരുന്നു. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് അങ്ങേക്കായി ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ആലോചനയാണിത്. വായിച്ചേ 14-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. അടുത്ത് അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്തിനാണ് തരുന്നത്? 15-ാം വാക്യത്തിലുണ്ട്. എന്തിനാണ് ഈ കാര്യസ്ഥനെ തരുന്നത്? വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കണ്ടോ, കൽപ്പനകളെ കാത്തുകൊണ്ടാൽ സ്നേഹിക്കുന്നു എന്നറിയാം. പക്ഷെ കൽപ്പനകളെ കാക്കാൻ എന്തില്ല? യേശപ്പാ, എന്നിൽ കഴിവില്ല, ശക്തിയില്ല, എനിക്ക് എന്നെക്കൊണ്ട് കഴിയത്തില്ല. കർത്താവേ, എൻ്റെ കണ്ണിൽ നിന്ന് പാപം വരാതെ ജയമെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല, എൻ്റെ ജഡത്തിൽ പാപം വരാതിരിപ്പാൻ കർത്താവ് എന്നെക്കൊണ്ട് കഴിയത്തില്ല യേശപ്പാ എന്ന് ദൈവത്തിന് സ്തോത്രം നമ്മൾ പറയും. കർത്താവെ, എന്നെക്കൊണ്ട് കഴിയത്തില്ല, എനിക്ക് പക്ഷേ അങ്ങേ സ്നേഹമാണെന്നാൽ ഇതൊന്നും അനുസരിക്കാനുള്ള ശേഷി എനിക്ക് ഇല്ല. ഇതൊന്നും അപ്പോഴാണ് കർത്താവ് പറയുന്നത്, മക്കളെ, എന്നാൽ അനുസരിക്കാൻ പറ്റുന്ന ഒരു ആത്മാവിനെ എൻ്റെ അർത്ഥമായിട്ട് തിരിച്ചറിയുന്നു. സ്തോത്രം. പ്രശ്നം മാറാനല്ല, പ്രതിസന്ധി മാറാനല്ല, ജീവിതത്തിനകത്ത് സ്തോത്രം, കുടുംബത്തിനകത്ത് നന്മ കിട്ടാനല്ല സ്നാനം, യേശുവിനോട് ചേരാനാണ് സ്നാനമെന്ന് മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. യേശുവിനോട് ചേരുന്നു, സ്നാനപ്പെടുന്നു, അപ്പന് ജീവനോട് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് അനേകർക്ക് ഹൃദയത്തിനകത്ത് യേശുപ്പച്ച വന്നിട്ടില്ല. യേശു എന്നാൽ ജീവിതത്തിനകത്ത് എന്ത് വരും? ഞാൻ പറയാം, തലമുടി 4 ഇഴ മുതൽ നഖത്തിനകം വരെ മാറ്റം വരും. യേശു അകത്ത് വന്നാൽ മാറ്റം വന്നിരിക്കും. മാറ്റം വരുന്നത് വേറെ ഒന്നുമല്ല, ഈ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ, എനിക്കൊരു മാറ്റം തരണമേ, എൻ്റെ ജീവിതത്തിനകത്തൊരു മാറ്റം തരണമേ. എൻ്റെ നേരത്തെ സാക്ഷ്യം കേട്ടില്ലേ? ഹല്ലേലൂയ. ഞാൻ പറയാം, യേശുവിനെ കണ്ടുമുട്ടി എന്നതിന് ഏറ്റവും വലിയ തെളിവ്, എനിക്ക് സമ്പത്ത് കിട്ടിയതല്ല, എനിക്ക് രോഗം മാറിയതല്ല. രോഗം മാറട്ടെ, സമ്പത്ത് കിട്ടട്ടെ, നന്മ, ഉയർച്ച, അഭിവൃദ്ധി എല്ലാവർക്കും കിട്ടട്ടെ. പക്ഷേ യേശുവിനെ കണ്ടു എന്നതിന് അടയാളം ഇതൊന്നുമല്ല. ഹല്ലേലൂയ. യേശുവിനെ കണ്ടെന്നതിനുള്ള അടയാളം ജീവിതത്തിനകത്ത് വരുന്ന പാപപ്രവർത്തികൾക്കുള്ള മാറ്റമാണ്. യേശുവിനെ കണ്ടെന്നതിനുള്ള അടയാളം. ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ചങ്കത്ത് കൈവച്ച് പറയാൻ പറ്റും, യേശു എൻ്റെ അകത്തുണ്ട്? യേശുവിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അപ്പനോട് സംസാരിക്കേണ്ടത് സംസാരിക്കും, അമ്മയോട് ഇടപെടും, മണ്ണ ഇടപെടും, അമ്മയോട് സംസാരിക്കേണ്ട അപ്പുറത്ത് സംസാരിക്കത്തില്ല. ഏത് പ്രായത്തിലൂടെ പോകുമ്പോഴും നമുക്ക് യേശുപ്പച്ചൻ്റെ കൃപ നമ്മുടെ അകത്ത് ഇറങ്ങി നിന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പരാതിയും പരിഭവങ്ങളും ഒറ്റപ്പെടുത്തലും സ്തോത്രം പാപം ചെയ്യുന്നവരായിട്ട് മാറും. എന്നാൽ പരിശുദ്ധ
പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എൻ്റെയും നിങ്ങളുടെയും അകത്ത് വന്നാൽ ഹല്ലേലൂയ, അത് സ്വത്രം പാപത്തിൽ നിന്ന് ജയിച്ച് ഓരോ സെക്കൻഡും ആത്മാവിന് തലങ്ങൾക്കകത്ത് ക്രിസ്തു യേശുവിൻ്റെ കൃപയിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ നടി നടത്തുവാൻ ഈ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ ഹല്ലേലൂയ, നമ്മുടെ കഴിവ് കൊണ്ട് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ കഴിയത്തില്ല. ജഡത്തിൽ വരുന്ന പാപത്തെ മരിപ്പിക്കാൻ നമ്മുടെ കഴിവ്, നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട്, ബലം കൊണ്ട്, തീരുമാനം എടുക്കേണ്ടതല്ല, തീരുമാനം എടുക്കണം. പക്ഷേ സ്വത്രം ഈ തീരുമാനം കൊണ്ടൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ തീരുമാനത്തിൻ്റെ പുറത്ത് ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പൂടെ വീഴുകയാണെങ്കിൽ, ഈ തീരുമാനത്തിൻ്റെ പുറത്ത് ഒരു ശക്തി കൂടെ വരികയാണെങ്കിൽ ഹല്ലേലൂയ, ആ ശക്തിയാൽ കർത്താവിൻ്റെ ആമേൻ, ആ ശക്തിയാൽ, അഭിഷേകത്താൽ പാപ മനുഷ്യൻ എന്ത് ചെയ്യാം? ജയിക്കാൻ പറ്റും. പാപ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാൻ പറ്റും. യേശു എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്കെതിരെ വരുന്ന ചില ശക്തികളെ പോരാടി ജയിക്കണമെന്നാണ്. സ്വത്രം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടി മുന്നോട്ട് പോകുമ്പോൾ സ്വത്രം പ്രതികൂലങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ പോകേണ്ടി വരും. ഇസ്രായേൽ ജനങ്ങൾ അടിമ നുഖത്തിനകത്ത് നിന്ന് കർത്താവ് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഫറവോൻ്റെ കോട്ടയ്ക്കകത്ത് നിന്ന് മോശെ എന്ന ഭക്തനിലൂടെ ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ടിരുന്നു, ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ടിരുന്നു. ദൈവം എപ്പോൾ മോശയെ വിളിച്ച് വേർതിരിച്ച് ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട് അയച്ചുവോ, ആ സമയം മുതൽ യഹോവയാകുന്ന ദൈവം കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഇതിനകത്തും കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന മക്കളുണ്ട്. ഇന്ന് ഇതിനകത്തും വേദനയോടെ ഇരിക്കുന്ന മക്കളുണ്ട്. ഇന്ന് ഞാൻ പറയാം, നീ വേദനിച്ച് ഇവിടുന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ ഓരോന്നായിട്ട് നിന്നെ ഒതുക്കിയതെല്ലാം അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? നിന്നെ ഒതുക്കിയ, നിന്നെ തകർത്ത, നിന്നെ ഏതൊക്കെ ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടോ, ഈ ഒതുക്കിയതെല്ലാം 1, 2, 3, 4 എന്ന് അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. മോശ ഓരോ സമയവും ആ കൊട്ടാരത്തിനകത്ത് കയറി പോകുമ്പോഴെല്ലാം ശത്രുവിൻ്റെ മണ്ഡലങ്ങൾ താളടിയായിക്കൊണ്ടിരുന്നു. ഇന്ന് ഇതിനകത്ത് ഓരോ പ്രാവശ്യവും അപ്പൻ്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മകനെ, മകളെ, ഹല്ലേലൂയ, ഒന്നാമത്തെ കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഒരിടത്തും ക്ഷീണിച്ചു പോകാതെ ഒളിവിൽ പോകാതിരിക്കണമെങ്കിൽ പാപം വിട്ട് തിരിഞ്ഞാലേ ഒളിവിൽ പോകാതിരിക്കൂ. നമ്മൾ സ്വത്രം വെളിച്ചത്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് വരല്ലേ? വെളിച്ചത്തിൽ വരണമെങ്കിൽ എന്ത് വരല്ലേ? പാപം വരല്ലേ? എന്തുകൊണ്ടാണ് ആദമും ഹവ്വയും ഒളിവിലായത്? അവർ പാപം ചെയ്തു. എന്തുകൊണ്ടാണ് വെളിച്ചത്തിലേക്ക് വരാൻ മനുഷ്യൻ ഇഷ്ടപ്പെടാത്തത്? പാപം ചെയ്യുന്നത് കൊണ്ട് അനേകർക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ല. പ്രവാചകന്മാരുടെ മുൻപിൽ അനേകർക്ക് വരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? പാപം ചെയ്യുമ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് അനേകർ ഇവിടെ വന്നിരുന്നില്ല. പ്രവാചകൻ പ്രവചിക്കുന്നിടത്ത് വരുന്നില്ല. അനേകർ ആലയത്തിനകത്ത് വരുന്നില്ല. വന്നാലും പതുക്കെ ഒതുങ്ങി ഒളിച്ചിരുന്ന് എണീറ്റ് പോകും. കാരണം എന്താ? അവരെ മുന്നോട്ട് വിടാൻ അനുവദിക്കുന്നില്ല. കാരണം അവരെ മുന്നോട്ട് വിടാൻ അനുവദിക്കാത്തത് എന്തോന്നാ? അവരുടെ ജീവിതത്തിനകത്ത് വരുന്ന പാപമാണ്. സംസാരത്തിലൂടെ, നോട്ടത്തിലൂടെ, ചിന്തയിലൂടെ, വിചാരത്തിനകത്തൂടെ, ഹൃദയത്തിനകത്തൂടെ അല്ലാതെ പല പാവ വഴികളിലൂടെ വരുന്ന പാപം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അപ്പോൾ അവർ ഓടി ഒളിക്കും. എവിടെ നിന്ന് ഓടി ഒളിക്കും? ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കും. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, മക്കളെ, നിനക്ക് പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല, പക്ഷേ ഞാൻ നടന്നതുപോലെ നീ നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നീ എൻ്റെ കൃപയ്ക്കായി യാചിച്ചാൽ എന്നേക്കും നിൻ്റെ കൂടെ ഇരിക്കുവാൻ ഞാൻ എൻ്റെ കാര്യസ്ഥനെ എൻ്റെ പിതാവിൽ നിന്ന് വാങ്ങി കാര്യസ്ഥനെ എന്നേക്കും നിൻ്റെ മേലിരിക്കാൻ ഞാൻ അയക്കും. ഈ കാര്യസ്ഥൻ വന്നാൽ എന്ത് തരും? ആ കർത്താവിൻ്റെ വചനപ്രകാരം നിന്നെ നടത്തും. ഹല്ലേലൂയ. നിന്റെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കും, അന്ധകാര ശക്തികളെ മരിപ്പിക്കും, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ മരിപ്പിക്കും. പക്ഷേ നീ സ്വത്രം കർത്താവിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ പ്രശ്നം വരില്ലെന്നല്ല, പ്രശ്നം വരും. പക്ഷേ പ്രശ്നം വരുമ്പോൾ അത് തകർന്ന് വീഴണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയും ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ കുറയരുത്. ബന്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കണം, ആരാധന വർദ്ധിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തോടുള്ള ബന്ധങ്ങളും സ്തുതികളും സ്തോത്രങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. കുറയരുത്. അപ്പനോട് അടുത്തടുത്ത് പോകുമ്പോൾ ശത്രുവിൻ്റെ മണ്ഡലങ്ങളെല്ലാം തകർന്നു പോകും. ഇസ്രായേൽ മക്കളെ സ്വത്രം കർത്താവ് പുറത്തു കൊണ്ടുവന്നു, ജനത്തെ പുറത്തു കൊണ്ടുവന്നപ്പോൾ എൻ്റെ ദൈവം പറയുന്നു, സ്വത്രം 41 ഇടങ്ങളിൽ പാളയം അടിച്ചാണ് ഇവർ കനാൻ ദേശത്തിലേക്ക് എത്തിയത്. 12 ഇടങ്ങളിൽ വെച്ച് അവർ പിറുപിറുത്തു. 41 പാളയം അടിച്ചു. 12 ഇടങ്ങളിൽ വെച്ച് ഇസ്രായേൽ മക്കൾ പിറുപിറുത്തു. ദൈവത്തിന് സ്വത്രം. അനേകരെ ആ കനാൻ ദേശം കാണാതെ നഷ്ടപ്പെടാൻ ഇടയായി തീർന്നു. എന്നാൽ സ്വത്രം ഇവർ പോയ വഴിക്കെല്ലാം പോരാട്ടമുണ്ടായിരുന്നു. അമാലേക്കിൻ്റെ പോരാട്ടം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം വായിക്കുമ്പോൾ 12-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 36-ന്റെ 12-ാം വാക്യം വായിക്കാം. എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചു. ആരാണ് അമാലേക്ക്?
സ്തോത്രം. ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ 41 പാളയങ്ങൾ അടിച്ച് വാർത്തു. അവർ 12 പ്രാവശ്യം പിറുപിറുത്തു. ദൈവത്തിന് സ്തോത്രം. അവരെ തകർക്കാൻ വന്ന വ്യക്തിയുടെ പേരാണ് ഏത് ശക്തി? അമാലേക്കിൻ്റെ ശക്തി. ഇത് അങ്ങനെ വച്ചിട്ട് 17-ാം അധ്യായം, പുറപ്പാട് 17-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, 17-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യം വായിച്ചാട്ടെ. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. കണ്ടോ, യഹോവയ്ക്ക് ഈ അമാലേക്കിനോട് തലമുറ തലമുറയായിട്ട് എന്തുണ്ട്? യുദ്ധമുണ്ട്. അമാലേക്കിന്റെ ശക്തി ഇസ്രായേൽ മക്കളെ പിന്തുടരുന്ന ഒരു ശക്തിയാണ്. ഏത് ശക്തി? അമാലേക്കിന്റെ ശക്തി. ഈ ശക്തി, അമാലേക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? നേരത്തെ വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. ആരാണ് ഈ അമാലേക്ക്? ഉൽപ്പത്തി പുസ്തകം 36:12 വായിച്ചേ. ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്ന അവൾ എലീഫാസിനെ അമാലേക്കിനെ പ്രസവിച്ചു. കണ്ടോ, അമാലേക്കിനെ പ്രസവിച്ചു. ഈ അമാലേക്ക് ജഡപ്രകാരം ജനിച്ച സന്തതിയാണ്. ആരാണ് ഈ അമാലേക്ക്? എങ്ങനെ ജനിച്ചതാണ്? ജഡപ്രകാരം ജനിച്ചതാണ്. അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാണ്. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ ജഡത്തെയാണ്. അമാലേക്കിൻ്റെ പോരാട്ടം ജഡത്തിൻ്റെ പോരാട്ടം എന്നാണ് അർത്ഥമാക്കുന്നത്. അമാലേക്കിൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ പോരാട്ടം. പാപം ചെയ്യാൻ നമ്മുടെ ജഡത്തിൽ പോരാടുന്ന ഒരു പോരാട്ടമാണ്. ഏത് പോരാട്ടം? അമാലേക്കിൻ്റെ പോരാട്ടം. ഇതെപ്പോഴും സ്തോത്രം, ഇത് ജഡത്തിനോടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജഡം പാപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് സ്തോത്രം എപ്പോഴും ഈ ജഡത്തിൽ, അതെ, എന്ന് വരെ ജഡത്തിൽ പോരാട്ടമുണ്ട്. എത്ര ദിവസമുണ്ട് പോരാട്ടം? എത്ര ദിവസമുണ്ട് ഈ പോരാട്ടം? മരണം വരെ ഈ പോരാട്ടമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് 17:16 പറയുന്നു, തലമുറയാ ഈ പോരാട്ടമുണ്ട്. ഒരു തലമുറ കൊണ്ട് തീരുന്ന പോരാട്ടമല്ല ഈ അമാലേക്കിൻ്റെ പോരാട്ടം. ഇന്ന് ഇതിനകത്ത് ഇത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ സമയം പോരാ, അതുകൊണ്ട് ഞാൻ അല്പം പറഞ്ഞ് നിർത്തും. സ്തോത്രം, ഈ പോരാട്ടം നമ്മൾ തിരിച്ചറിയണം. ഒന്ന് വായിച്ചേ, 17-ാം അധ്യായം 17:1 മുതൽ വായിക്കാം. 17:1 മുതൽ വായിച്ചേ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾ കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട് എന്നോട് എന്തിനെ കലഹിക്കുന്നു? കലഹം തുടങ്ങി. അവിടെ കലഹവും പ്രശ്നവും തുടങ്ങുമ്പോൾ, അവിടെ കലഹിപ്പും പ്രശ്നങ്ങളും തുടങ്ങുമ്പോൾ, സ്വത്രം അവിടെ വന്നൊരു പോരാട്ടമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആ പോരാട്ടത്തിൻ്റെ പേരാണ് ഏത് പോരാട്ടം? അമാലേക്ക് ശക്തിയുടെ പോരാട്ടം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ്റെ പോരാട്ടം എന്താണെന്ന് പറഞ്ഞു. ജഡത്തിലാണ് പോരാട്ടം. ഇത് എത്ര കാലമുണ്ട് ഈ പോരാട്ടം? എത്ര കാലമുണ്ട്? നമ്മുടെ മരണം വരെ ഉണ്ട്. എത്ര തലമുറയുണ്ട്? ഇനി എത്ര തലമുറ ഈ ഭൂമിയിൽ യേശുവിൻ്റെ വരവൂര് എത്ര തലമുറയുണ്ട്? അത്രയും തലമുറയ്ക്ക് ഏത് പോരാട്ടമുണ്ട്? ഈ പോരാട്ടമുണ്ട്. സ്തോത്രം. ഈ പോരാട്ടത്തെ ആര് ജയിക്കണം? നമ്മൾ ജയിക്കണം. ഹല്ലേലൂയ. പാപം നമ്മൾ കീഴടക്കാതെ നമ്മൾ ജയിക്കണം. ഇത് വേദപുസ്തകത്തിൽ തെളിവുണ്ട്. ദാവീദ് ശൗലിനെ പേടിച്ച് സ്തോത്രം ഓടി ഒളിച്ചു മരുഭൂമിയിൽ, അദുല്ലാം ഗുഹയിൽ, എൽഗദിയിൽ, കാട്ടാടൻ മേടുകളിൽ, പാറകളിൽ, ഇങ്ങനെ പലയിടത്തും ദാവീദ് ഓടി ഒളിച്ചു. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ, ഒളിവിലായിരിക്കുമ്പോൾ ഒരു ദിവസം ദാവീദ് തൻ്റെ 2 ഭൃത്യന്മാരെ പറഞ്ഞയച്ച് നാബാലിൻ്റെ വീട്ടിലയക്കുകയാണ്. ഒളിവിലിരിക്കുമ്പോൾ ശൗലുമായിട്ടുള്ള സ്തോത്രം പേടിച്ച് പല ഒളിവുകൾ ദാവീദിന് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം. സ്തോത്രം. മക്കളെ പേടിച്ചും പോയിട്ടുണ്ട്. ശൗലിനെ പേടിച്ചിട്ടും പല ഒളിവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ശൗലിൻ്റെ പേടിച്ച് ഒളിച്ച് കിടക്കുമ്പോൾ വളരെ വിശപ്പ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ഭൃത്യന്മാരെ സ്തോത്രം അയച്ചു. എവിടെ അയച്ചു? നാബാലിൻ്റെ വീട്ടിലേക്ക് അയച്ചു. നാബാൽ ബഹു സമ്പന്നനായിരുന്നു. ശ്രദ്ധിക്കണമേ, നാബാൽ ബഹു സമ്പന്നനായിരുന്നു. നാബാലിൻ്റെ വീട്ടിലേക്ക് ഈ 2 പേരെ പറഞ്ഞയച്ചു. 2 പേരെ പറഞ്ഞയക്കുമ്പോൾ നാബാലിനോട് സംസാരിക്കാൻ തുടങ്ങി. 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, വേദപുസ്തകം അതിൻ്റെ 15-ാം വാക്യം മുതൽ വായിച്ച് 1 ശമൂവേലിൻ്റെ പുസ്തകം 25-ാം അധ്യായം 15-ാം വാക്യം മുതൽ വായിച്ച്. എന്നാൽ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോട് കൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. ആകെ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ യജമാനനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്സഹ ആകൊണ്ട് അവനോട്
ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ആ ഉടനെ അബീഗയിൽ 200 അപ്പവും അപ്പോ ഈ അന്നേരത്തിന് ഈ സംഭവം ഇവിടെ വായിക്കുമ്പോൾ തൊട്ട് മുകളിൽ തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. സ്വത്രം നാബാലിന്റെ അടുക്കൽ ദാവീദ് രണ്ട് ഭൃത്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറയും, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, ഭക്ഷണം കൊടുത്തയക്കാൻ പറയും. പക്ഷെ നാബാല് ഇവർ രണ്ടുപേരും കണ്ടപ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. ഏത് ദാവീദ്, എപ്പോ ദാവീദ്, എനിക്കറിയത്തില്ലല്ലോ ദാവീദിനെ എന്ന് പറഞ്ഞ് ദാവീദിന്റെ വാക്ക് കേട്ടപ്പോഴേ സ്വത്രം ദാവീദിനെ അംഗീകരിച്ചില്ല. ദൈവത്തിന് സ്വത്രം. ദാവീദോ, അതേത് ദാവീദ്? അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് ബാല്യക്കാരന് ചെന്ന് വായിച്ചേ, നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ച് വായിച്ചേ. ദാവീദിന്റെ ബാല്യക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ച് കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ഈ പോയ ഭൃത്യന്മാരോട്, ദാവീദ് ആർ, ഇശായിയുടെ മകൻ ആർ, യജമാന്മാരെ വിട്ടു പോയി കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെ ഉണ്ട്. ഞാൻ എന്റെ അപ്പവും വെള്ളവും എന്റെ ആടുകളെ രോമം കത്രിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് എവിടുത്തുകാർ എന്ന് അറിയാത്തവർക്ക് കൊടുക്കുമോ എന്ന്. നാബാലിന് നല്ലവണ്ണം ആരറിയാം? ദാവീദിനെ അറിയാം. പക്ഷെ എന്നിട്ട് എന്ത് കൊടുത്തില്ല? ഭക്ഷണം കൊടുത്തില്ല. ഏത് ഭക്ഷണം കൊടുത്തില്ല? ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണം നാബാൽ ആർക്ക് കൊടുത്തില്ല? ദാവീദ് പറഞ്ഞു വെച്ച ഭൃത്യന്മാരുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ല. നാബാൽ കാണാതെ ഒരു അഭിനയം നടത്തി. ഇന്നും അനേകർ ഒരു അഭിനയം നടത്തും. പക്ഷെ ദൈവം എവിടെയെങ്കിലും കൊണ്ടിട്ട് അഭിനയിക്കുന്നവരെന്ത് ചെയ്യും? അഭിനയിക്കുന്നവർ ദൈവം എന്ത് ചെയ്യും? പിടിക്കും. നാബാലിന് നല്ലവണ്ണം ആരറിയാം? ദാവീദിനറിയാം. പക്ഷെ ദാവീദിനെ അറിയാത്തതുപോലെ ആരഭിനയിച്ചു? 1 ശമൂവേൽ 28 വായിക്കുമ്പോൾ വായിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 28-ാം വാക്യവും 1 രാജാക്കന്മാർ 14-ാം അധ്യായം 2-ാം വാക്യവും വായിച്ചേ. 1 ശമൂവേൽ 28:8. 1 ശമൂവേൽ 28:8. ശൗൽ വേഷം മാറി. ശൗൽ എന്ത് ചെയ്തു? വേഷം മാറി എവിടെ പോയെന്നറിയാമോ? വെളിച്ചപ്പാടത്തിൻ്റെ അടുത്ത്. വെളിച്ചപ്പാടത്തിൽ നോക്കിയപ്പോൾ ശൗലിൻ്റെ വേഷത്തിലല്ല വന്നത്. പക്ഷേ സംഭവം അവിടെ വെളിപ്പെട്ടു. നീ ശൗൽ അല്ലയോ? വായിച്ചേ. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടി പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാട് ആത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കി ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. അതുവരെ വെളിച്ചപ്പാടിന്റെ ആൾക്കാരെല്ലാം തകർത്ത് തരിപ്പണമാക്കി ദേശത്ത് വെളിച്ചപ്പാടുകാരില്ലാത്തവരാക്കി മാറ്റി ശൗല്. എന്നാൽ ഇപ്പോൾ ശൗൽ ആരുടെ അടുക്ക പോയി? എങ്ങനെ പോയി? വേഷം മാറിപ്പോയി. പക്ഷേ ശൗൽ വിചാരിച്ചില്ല ശൗലിനെ കണ്ടുപിടിക്കുമെന്ന്. ശൗൽ വിചാരിച്ചില്ല. പക്ഷേ അടുത്തവർ വായിച്ചേ. സ്ത്രീ അവനോട് ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാട് ആത്മാവാരെയും. ആദ്യം അവൾക്ക് മനസ്സിലായില്ല വേഷം മാറി വന്നപ്പോ. അടുത്ത വരി, മന്ത്രവാദികളെയും ദേശത്തുനിന്ന് ഛേദിച്ചു കളഞ്ഞത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എന്റെ ജീവനെ കെണിവെക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇത് ശൗൽ രാജാവെന്ന് ആരറിഞ്ഞില്ല. വെളിച്ചപ്പെടുത്തി അറിയാതെയാണ് ഇത് പറഞ്ഞത്. എങ്ങനെ? നീ എന്നെ കൊല്ലാൻ വേണ്ടിയാണോ? ഇവിടെ വന്ന് അടുത്ത വരി. യഹോവയാണ്. അപ്പോ അവൻ പറയുകയാണ്, ശൗൽ പറയുകയാണ്, യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഭവിക്കയില്ല എന്ന്. ആളിത് തന്നെയല്ലോ, പിന്നെ എങ്ങനെ ഭവിക്കും? ഇയാൾ ചെയ്താലല്ലേ ഭവിക്കുള്ളൂ. വേഷം മാറുന്നെന്ന് പറയുന്നുണ്ടോ? അടുത്ത വരി. എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. അടുത്ത വരി, ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചത്. ഇത്രയും ഓണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. ഒരിക്കലും ആരറിയൂല. ശൗല് അറിയാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി. സംഭവം നിൽക്കുന്ന ആരാ? ഫ്രണ്ടില് ശൗലാണ് നിൽക്കുന്നത്. പക്ഷെ വേഷം മാറിയതുകൊണ്ട് ഇവർക്ക് അറിയാനും പറ്റിയില്ല. എന്നാൽ തൊട്ടടുത്ത് സ്ത്രീ ചോദിച്ചതിനെ ശമൂവേലിനെ വരുത്തി തരണം എന്ന് അവൻ പറഞ്ഞു. അടുത്ത വരി, സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. വെളിച്ചപ്പാടത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അടുത്ത് ശൗലിനോട് നീ എന്നെ ചതിച്ചത് എന്ത്? നീ ശൗൽ ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട് ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിനെ മതി. കണ്ടുപിടിച്ചു. കണ്ടോ? ആദ്യം എന്ത് ചെയ്തില്ല? വേഷം മാറിയാലും പല നാൾ കള്ള ഒരു നാൾ പിടിപെടും. നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു കള്ളത്തനം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, ഇതുവരെ പിടിച്ചില്ലെങ്കിലും, ഇതുവരെ നമുക്ക് ആർക്കൊക്കെ ഉള്ള കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ പിടിച്ചില്ലെങ്കിലും ഇനി പിടിക്കും മുമ്പേ സറണ്ടർ ആയ രക്ഷ. എത്രയൊക്കെ മനസ്സിലായി? ഇന്ന് നമ്മൾ പുറത്താരും അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഡ്രസ്സിൻ്റെ മിടുക്കിൽ ആരും പറഞ്ഞില്ലല്ലോ. നമ്മൾ അറിയും മുമ്പേ നമ്മൾ മുട്ടുമടക്കി ദൈവഭയത്തോടെ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ചാൽ ഇവിടെ വിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
രക്ഷപ്പെടാൻ പറ്റും. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരാൾ വേഷം മാറി. വായിച്ചേ, 1 രാജാക്കന്മാരുടെ പുസ്തകം 14:2. ഇവിടെ ശൗല് വേഷം മാറി. അവിടെ നാബാൽ ഒറ്റ അഭിനയം നടിച്ചു. എന്തെന്ന് അഭിനയം? എന്തെന്ന് അഭിനയം? നാബാൽ എന്തോന്ന്? ദാവീദിന്, എനിക്ക് ഏത് ദാവീദ്? എവിടുത്തെ ദാവീദ്? ദാവീദിനെ നല്ലോണം അറിയാം. ദാവീദിൻ്റെ ആളാണെന്നൊക്കെ ആർക്കറിയാം? നല്ലവണ്ണം അറിയാം ദാവീദിനെ. പക്ഷെ ദാവീദിനെ അറിഞ്ഞുകൂടാത്തൊരു പാപം നടിച്ചു. ഇവിടെ ശൗൽ വേഷം മാറി വന്നു. അവൻ അവിടെ നടിച്ചു മറ്റൊരാളായിട്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 14:2 വായിക്കുമ്പോൾ വായിച്ചേ. യെരോബെയാം തന്റെ ഭാര്യയോട്, നീ യെരോബെയാമിന്റെ ഭാര്യ എന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണം, ഈ ജനത്തിന് ഞാൻ രാജാവാകും എന്ന് എന്നോട് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ, നിന്റെ കയ്യിൽ. കണ്ട, വേഷം മാറി പോകാൻ പറഞ്ഞു. വീണ്ടും 1 രാജാക്കന്മാർ 22:30 വായിക്കുമ്പോൾ വായിച്ചേ. 22:30. 1 രാജാക്കന്മാർ 22:30 വായിക്കുമ്പോൾ വായിച്ചേ. രാമോത്തിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും. ഞാൻ വേഷം മാറി പടയിൽ കടക്കും. അവിടെയും വേഷം മാറി പടയിൽ കടക്കുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 18:29 വായിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 18:29 വായിക്കുമ്പോൾ എന്നാൽ ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും. ഞാൻ വേഷം മാറി. വീണ്ടും 2 ദിനവൃത്താന്തം 18:30 2 ദിനവൃത്താന്തം 35 35:22 വേഷം മാറിയവരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേഷം കെട്ട് കാണിക്കരുത്. നമ്മുടെ പുറമായിരിക്കണം അഹവും, അഹമായിരിക്കണം എവിടെയും പുറവും. ഒരു അഭിനയം നടത്തരുത്, ഒരു നാടകം നടത്തരുത്. ഇന്നല്ലെങ്കിൽ നാളെ അറിയാതെ എന്ത് ചെയ്യും? നമ്മൾ പിടിപെട്ടു പോകും. നമ്മൾ ചെയ്യുന്ന തെറ്റ്, ആൾക്കാർ കാണാതെ ചെയ്യുന്ന തെറ്റ് ഒളിച്ചു മറച്ചു വെച്ചാലും ഞാൻ പറയാം സ്നേഹിതരെ, നമുക്ക് നാടകം ചില ദിവസമേ നടക്കും. ഈ നാടകം സ്ഥിരമായിട്ട് ഓടൂല. ഒരു ദിവസം ഈ നാടകം പിടിപെടും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, മക്കളെ, വേഷം കെട്ട് വേണ്ട. കപട വേഷം ദൈവം വെറുക്കുന്നു. ദൈവം ഏറ്റവും വെറുക്കുന്നത് കപട വേഷമാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് അഭിനയിക്കുന്ന ഒരു വേഷം എനിക്ക് നിങ്ങൾക്കും വേണ്ട. പിന്നെയോ, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് അകത്തും പുറത്തും ക്രിസ്തുവുള്ള പൈതലായി ജീവിക്കുന്ന കാലം അത്രയും ഒരു വേഷം കെട്ടലല്ല, ജീവിതത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരാളായി. എനിക്ക് അത്രയൊക്കെ മനസ്സിലായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെന്നൊരു വേഷം കെട്ടലല്ല, റിയലി എന്നിലൂടെ എൻ്റെ ദൈവത്തെ മറ്റുള്ളവർ കാണണം, എൻ്റെ സ്വഭാവത്തിലൂടെ കാണണം. അപ്പോൾ എൻ്റെ ജീവിതത്തിനകത്തൂടെ കാണണം. എൻ്റെ സ്വഭാവത്തിനകത്ത് ആ മാറ്റം വരണം. ഒരാൾ പറഞ്ഞിട്ടുള്ളൊരു മാറ്റമല്ല, ഒരാൾ അടിച്ചടിച്ച് മാറ്റുന്ന അവരെ മുമ്പിൽ മാത്രമേ അങ്ങനെ ഇരിക്കൂ. അല്ലാതെ വരുമ്പോൾ അവർ തെറ്റും സഹോദരങ്ങളെ. പക്ഷേ യേശുപ്പച്ചൻ കൊടുക്കുന്ന ഒരു മാറ്റമാണെങ്കിൽ ഞാൻ പറയാം, അവരെ ഒറ്റയ്ക്കും അവർ ഭൂമിയുടെ അറ്റം വരെ പോകുമ്പോഴും യേശുപ്പം പ്രവർത്തിച്ച ഒരു മകളുണ്ടോ, അശുദ്ധി വരാതെ, പാപം വരാതെ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. പക്ഷെ വേഷം കെട്ടുന്നവർ അങ്ങനെയല്ല. സ്തോത്രം. പള്ളി വരുമ്പോൾ നമ്മൾ വേഷം കെട്ടും, ആൾക്കാരുടെ മുമ്പിൽ സ്തോത്രവും ഗ്ലോറിയൊക്കെ പറഞ്ഞ് വേഷം കെട്ടും. അകത്ത്, ജീവിതത്തിനകത്ത് അശുദ്ധി നിറഞ്ഞിരിക്കുന്നെങ്കിൽ, പാപം നിറഞ്ഞിരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല. ഒരു ദിവസം സ്തോത്രം ഒറിജിനൽ വേഷത്തോടെ പിടിപെടും. ഒറിജിനൽ അതിനേക്കാളും നല്ലത് രാജാതിരാജാവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്തിട്ട്, അപ്പച്ച ഇതാ ഞാൻ അങ്ങയുടെ മുൻപിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ പറഞ്ഞു, ഒന്നാമത് ഇസ്രായേൽ മക്കളെ പിന്തുടരുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തി ഇവിടെ ഉണ്ടായി. അതാണ് അമാലേക്കിൻ്റെ പോരാട്ടം. അമാലേക്കിൻ്റെ പോരാട്ടം സ്വത്രം ജഡത്തിൻ്റെ പോരാട്ടമാണ്. എന്ത് പോരാട്ടമാണ്? കണ്ണിനോട് പോരാട്ടമുണ്ട്, ജഡത്തിനോട് പോരാട്ടമുണ്ട്, സംസാരത്തോട് പോരാട്ടമുണ്ട്, യാത്രകളോട് പോരാട്ടമുണ്ട്. അർത്ഥം, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വഴികൾ സഞ്ചരിക്കുന്നൊരു പോരാട്ടം, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപത്തിലേക്ക് വീഴിക്കുന്ന പോരാട്ടം, ജഡമയമായ പോരാട്ടമാണ് ഈ അമാലേക്കിൻ്റെ പോരാട്ടം. ഇത് ജഡത്തിൽ ജനിച്ചവനാണ്. ഇവനുമായിട്ട് ബന്ധപ്പെട്ട സകല പോരാട്ടവും ജഡത്തിൻ്റെ പോരാട്ടങ്ങളാണ്. ഇതിനെ ഒരു പൈതൽ ജയിച്ചേ തീരൂ. ഇത് ജഡത്തിൻ്റെ പോരാട്ടം എന്നുവരെയുണ്ട്. ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നത് വരെയും ഈ പോരാട്ടമുണ്ട്. മരണം വരെയും ജഡത്തിൽ ഈ പോരാട്ടമുണ്ട്. പാപം നമ്മളെ വശീകരിക്കും. ലോകത്തിലെ പ്രപഞ്ച മോഹങ്ങൾ ഈ ജഡത്തെ വശീകരിക്കും. ഇത് കൺമോഹം വരും, ജീവനത്തിൻ്റെ പ്രതാപം വരും, ലോകത്തിൻ്റെ പല ചിന്തകളും നമ്മുടെ അകത്ത് വരും. ഓരോ പ്രായത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ പാപത്തിൻ്റെ ശക്തികളിലേക്ക് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. തീരുമാനമൊക്കെ എടുത്ത്, കർത്താവേ ഞാൻ അങ്ങേക്കായി ജീവിക്കും ഒപ്പച്ചാന്നൊക്കെ പറഞ്ഞ് തീരുമാനമൊക്കെ എടുത്ത് കർത്താവിൻ്റെ സന്നിധി മുട്ടുമടക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പണ്ട് കളഞ്ഞിട്ട് വന്ന പാപം വീണ്ടും എന്ത് ചെയ്യും?
എടുക്കും. കാരണം എന്താ? ഇവൻ പുറകെ വന്ന്. എന്താണ് പുറകെ വരാൻ കാരണം? വചനത്തിലുണ്ട്, എടുക്കാൻ സമയം പോലെ നിർത്താൻ സമയമായി. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ? 1, ഇവർ പാപം ചെയ്തു. 2, ഇവർ ക്ഷീണിച്ചു. 3, ഇവർ മുട്ടുമടക്കിയില്ല. 4, ഇവർ ബലം ക്ഷീണിച്ച് പിന്മാറ്റക്കാരായി ബാക്കിലിരുന്നു. പിശാച്, അമാലേക്കിന്റെ ശക്തി ബാക്കിലൂടെ അകത്ത് കയറി ഇവരെ തോൽപ്പിച്ചു. മനസ്സിലായോ? അത് ഞാൻ പ്രസംഗിക്കും, സമയം എടുത്ത് പ്രസംഗിക്കുന്നത്. വചനം അത്രയും വായിച്ച് പ്രസംഗിച്ചാലേ ഈ വരി മനസ്സിലാകുള്ളൂ. ഞാൻ പറയട്ടെ, അങ്ങനെ സ്വത്രം പോരാട്ടം ഏതുവരെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്? പോരാട്ടമുണ്ട്. ഈ പോരാട്ടം മരണം വരെയാണ്. ഈ പോരാട്ടം സ്വത്രം ഓരോ ദൈവവൈതലിനുണ്ട്. ദൈവവൈതലിനുണ്ടോ പോരാട്ടം? ദൈവവൈതലിനുണ്ടോ? ആരാണ് ജയിക്കേണ്ടത് എന്നതിന് തെളിവാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്വത്രം നാബാലിൻ്റെ അടുക്കൽ 2 പേരെ ദാവീദ് അയച്ചു. 2 ഭൃത്യന്മാരയച്ചു. എന്തിനു വേണ്ടി? ഭക്ഷണത്തിന് വേണ്ടി. നാബാലിൻ്റെ അടുക്കൽ അയക്കുമ്പോൾ നാബാല് സ്വത്രം അഭിനയിച്ചു. എന്തഭിനയിച്ചു? ഹല്ലേലൂയ. ദാവീദിനെ അറിയാത്ത മട്ടിൽ അഭിനയിച്ചു. ഭക്ഷണം കൊടുത്തു വിട്ടില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നാബാലിൻ്റെ ഭാര്യയുടെ പേരെന്തെന്നാ? നാബാലിൻ്റെ ഭാര്യ പേരെന്തെന്നാ? അബിഗയിൽ. ആരാ പേര്? അബിഗയിൽ. നല്ല കൃപയുള്ള ഒരു സഹോദരിയായിരുന്നു ആ സഹോദരി. ഹല്ലേലൂയ. നാബാലിനെ പോലല്ല ആ സഹോദരി. ആ സഹോദരിയുടെ അകത്ത് മാറത്ത് പൊൻകച്ച കെട്ടിയ 7 നിലവിളക്കിൻ്റെ നടുവിൽ നടക്കുന്ന നിലയങ്കിയുള്ള അത്ഭുത മന്ത്രിയും വീരനാ ദൈവവും നിത്യപിതാവും സമാധാന പ്രഭുവും രാജാതി രാജാവുമാകുന്ന കർത്താവ് വാസം ചെയ്ത ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു സഹോദരിയായിരുന്നു ഈ നാബാലിൻ്റെ ഭാര്യ. ഈ ദുഷ്കർമ്മിയും നീചനുമായ നാബാലിനെ സഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഈ മകൾ. ഒരുപാട് കഷ്ടത സഹിച്ചു, ഒരുപാട് ത്യാഗം സഹിച്ചു. അവിടെ ഈ അപ്പനിൽ നിന്ന് മാറാതെ അവൾ കർത്താവിനായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. ഇവൾ വരുമ്പോൾ അറിഞ്ഞു, കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇവിടെ ദാവീദിൻ്റെ ആൾക്കാർ വന്നെന്നും അവർക്ക് ഭക്ഷണം കൊടുത്തില്ലെന്നും അറിഞ്ഞപ്പോൾ ഉടനെ അബിഗയിൽ ഭക്ഷണവുമായി പോവുകയാണ്. അതിൻ്റെ 20 മുതൽ അങ്ങോട്ട് ടക്കനെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വായിച്ച് 20 മുതൽ 1 ശമൂവേൽ അതിൻ്റെ 25-ാം അധ്യായം 20-ാം വാക്യം മുതൽ വായിച്ച്. കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവനെ എതിരേറ്റു. ദാവീദ് മരുഭൂമിയിൽ അവനെ ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്, അവന്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും. ദാവീദിന് ദേഷ്യം വന്നു. ദാവീദ് പറഞ്ഞു, പുരുഷപ്രജ ഒന്നിനെയും വെച്ചക്കത്തില്ല, എല്ലാത്തിനും തകർക്കും. എന്തുകൊണ്ട്? നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാർ പോയിട്ട് അപമാനിച്ച് വിട്ടത് കൊണ്ട് നാബാലിനെ സ്വത്രം തകർക്കാൻ നാബാലിന്റെ അടുക്കലേക്ക് വരികയാണ്. പുരുഷ സന്താനത്തെ മുഴുവനും തകർക്കാൻ വേണ്ടി വരികയാണ്. അടുത്ത വരി. പുലരും വരെ ഞാൻ ജീവനോടെ വച്ചേച്ചാൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി ദാവീദിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവന്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനനെ, കുറ്റം എന്റെ മേൽ ഇരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. കുറ്റം എന്റെ മേൽ ഇരിക്കട്ടെ, ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്സഹ്യയായ ഈ നാബാലിനെ. ഈ നാബാൽ എന്ന് പറഞ്ഞാൽ കാലേബ് വംശനാണ്. പക്ഷേ സ്വഭാവം ശരിയല്ല. വംശം ഏതാ? കാലേബ് വംശമാണ്. പക്ഷേ കാലേബ് വംശമായിട്ടും ആക്ക് സ്വഭാവത്തിന് മാറ്റമില്ല. നാബാലിനെ അടുത്ത വരി വായിച്ചേ. നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ, അവൻ തന്റെ പേർ പോലെ തന്നെ ആകുന്നു. നാബാൽ എന്നല്ലോ അവന്റെ പേര്. സഹോദരൻ, നാബാൽ എന്നല്ലേ അവന്റെ പേര് പോലെ. കണ്ടോ? സ്തോത്രം. അയാള് കാലേബ് വംശത്തിലാണ് വന്നതെങ്കിലും കാലേബ് ഏത് ഗോത്രത്തിൽപ്പെട്ടതാ? യഹൂദ ഗോത്രത്തിലാണ് കാലേബ്. സ്തോത്രം. പക്ഷേ ഈ നാബാലിൻ്റെ സ്വഭാവം നോക്കിയാൽ ഒരിതും ഇല്ല, അങ്ങനെയുള്ളതാ. പക്ഷെ ആ സഹോദരി പറയണം, ഒന്നുകൂടെ വായിച്ച വരി. നാബാൽ എന്നല്ലോ അവന്റെ പേര്, പോഷത്വം അത്രേ അവന്റെ പക്കലുള്ളത്. അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനനെ, യഹോവയാണ് നിന്നാണ് രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. വാക്കുകൾ കണ്ടോ? നാബാലിന്റെ ഭാര്യയുടെ വാക്ക് കണ്ടോ? യഹോവ നിന്നെ, യഹോവ, കാരണം അകത്ത് കർത്താവായിരിക്കുന്നത്. യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. അടുത്ത്, നിന്റെ ശത്രുക്കളും യജമാന്റെ ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെ ആകട്ടെ. അടുത്ത്, ഇപ്പോൾ യജമാന്റെ അടുക്കൽ കണ്ടോ? യജമാന്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചയക്കാരായ ബാല്യക്കാർക്ക് ഇരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. അപ്പൊ യജമാനൻ നടത്തുന്ന ആരുടെ യുദ്ധം? യഹോവയുടെ യുദ്ധം.
ഇപ്പോൾ ഇവിടുത്തെ യുദ്ധം ആരോടെ? അമാലേക്ക് ശക്തിയോട്. എന്തുകൊണ്ട്? എവിടം വരെ? ഇത് യഹോവയുടെ യുദ്ധം എന്ന് പറയാൻ കാരണം എന്താ? ജഡത്തിൻ്റെ പ്രവർത്തികളെ ഒരു യുദ്ധക്കളത്തിലൂടെ പോരാടിയേ പറ്റൂ. അതിന് നമുക്ക് കഴിവില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി നമ്മളെ ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഈ യുദ്ധം എവിടം വരെ ഉണ്ട്? മരണം വരെ ഉണ്ട്. ഈ യുദ്ധത്തിന് പറയുന്ന പേരെന്തോന്നാ? യഹോവയുടെ യുദ്ധം. ദാവീദിനെ കുറിച്ച് ഒരിക്കൽ സങ്കീർത്തനത്തിൽ 144:2 പറയുന്നു, വിരലുകളെ അഭ്യസിപ്പിച്ച ദൈവം, പോരിനായിട്ട് അഭ്യസിപ്പിച്ച ദൈവം, കൈകളെയും വിരലുകളെയും ദൈവം അഭ്യസിപ്പിക്കും. നമ്മുടെ അവയവങ്ങളെ പാവത്തിൻ്റെ പ്രവൃത്തിക്ക് വിടാതെ ദൈവം എന്ത് ചെയ്യും? ആത്മാവ് നമ്മുടെ അകത്ത് തന്ന് അവയെല്ലാം കീഴ്പ്പെടുത്തുവാൻ ദൈവശക്തി തരും. ഇന്ന് ഞാൻ പറയട്ടെ പൈതലെ, ഓരോ സെക്കൻഡും പാവത്തെ ജയിച്ച്, ദുഷ്ടനെ ജയിച്ച്, ഇരുട്ടിൻ്റെ ശക്തികളെ ജയിച്ച് മുന്നോട്ട് പോകണം. സ്വത്രം. ഇസ്രായേൽ മക്കളെ മുന്നോട്ട് വിടാത്ത ഒരു ഇരുട്ടിൻ്റെ ശക്തിയായിരുന്നു അമാലേക്കിൻ്റെ ശക്തി. ഈ ശക്തിയെ ആദ്യം ഈ ശക്തിക്ക് അവരെ തൊടാൻ കഴിഞ്ഞില്ല. തൊടാൻ കഴിയാത്ത കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ട് അമാലേക്കിൻ്റെ ശക്തി പുറകെ വന്നു ഇവരുടെ പുറകെ, പക്ഷെ തൊട്ടില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നമുക്കറിയാം. സ്വത്രം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് അപ്പുറത്ത് വന്നപ്പോൾ തപ്പെടുത്ത് എന്ത് ചെയ്തു? ആരാധന തുടങ്ങി. തപ്പെടുത്ത് എന്ത് ചെയ്തു? പാട്ടും പ്രാർത്ഥനയും ആരാധനയും സ്തുതിയും സ്വോത്രത്തിൻ്റെ നടുവിൽ ശത്രുവിൻ്റെ സകല താവളങ്ങളും കത്തി എരിയാൻ തുടങ്ങി. ഇവരെ പിന്തുടർന്നവരെ പിടിക്കാൻ ശത്രുവായവൻ പല പദ്ധതികളും ഇട്ട് വന്നു. പക്ഷേ ഇവരുടെ ആരാധനയുള്ളവൻ്റെ വീട്ടിനകത്ത്, ആരാധനയുള്ള വ്യക്തിക്കകത്ത് ദുഷ്ടനെ കടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ സമാധാനത്തെ തകർക്കാൻ, അവരിലുള്ള സ്വസ്ഥതയെ തകർക്കാൻ, അവരിലുള്ള നന്മയെ തകർക്കാൻ, അവരിലുള്ള വിടുതലിനെ തകർക്കാൻ കഴിഞ്ഞില്ല. കഴിയാത്ത കാരണം എന്താ? ഇവരുടെ ജീവിതത്തിനകത്ത് ആരാധനയും പ്രാർത്ഥനയും പാട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ സഞ്ചരിച്ച് കുറേ ദൂരം അങ്ങോട്ട് പോകുമ്പോൾ സ്വത്രം മോശക്കെതിരെ കല്ലെടുത്തു. ആമേൻ. വെള്ളം കിട്ടാതെ വന്നപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ആരാധന പോയി. ആരാധിച്ച കൈയടിച്ച കൈ കൊണ്ട് മോശ എറിയാൻ കല്ലെടുത്തു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ആരാധന വെളിപ്പെട്ടപ്പോൾ ഇവരെ പിശാചിന് തൊടാൻ കഴിയത്തില്ലായിരുന്നു. പാപം ഇവരെ വിട്ട് ഓടിക്കൊണ്ടിരുന്നു. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, തീ പോലെ ആരാധിച്ച സമയത്ത് നമ്മളെ തൊടാൻ പാപത്തിന് പറ്റുമായിരുന്നോ? ഇല്ല. എന്തുകൊണ്ടാണ് പറ്റാത്തേ? പിശാചി ഇറങ്ങി ഓടും. നമ്മൾ പാപത്തിലേക്കല്ല പോകുന്നത്. പിന്നെയോ കർത്താവിൻ്റെ കൃപാവരങ്ങളാൽ ഓരോ സെക്കൻഡ് ജ്വലിച്ചുകൊണ്ടിരുന്നു. പിന്നെ പാവം എപ്പോഴാണ് വന്ന? പ്രാർത്ഥന കുറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് വീട്ടിനകത്ത് കയറി, ജീവിതത്തിനകത്ത് കയറി. കഴിഞ്ഞ നാളുകളിൽ പാപം സംസാരിക്കാത്ത നല്ല വിശുദ്ധമായിരുന്ന അനേക വായികൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. പാപം സംസാരിക്കാൻ പറ്റത്തില്ല, പാപം ചിന്തിക്കാൻ പറ്റത്തില്ല, പാപം പറയാൻ പോലും പറ്റത്തില്ലാത്ത ഒരു കാലഘട്ടം. ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന അനേകർ അങ്ങനെയാണ്. ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തി ആരെയും മോശക്കാരാക്കുകയല്ല. പാപം പറയാൻ പറ്റാത്ത, ആരെയും വേദനിപ്പിക്കാൻ പറ്റാത്തൊരു വാ, അത് കർത്താവിൻ്റെ വായാണ്. ആരെയും തകർക്കാൻ പറ്റാത്തൊരു വാ, ആരെയും കരയിപ്പിക്കാൻ, മുഖത്ത് നോക്കി അവരെ കുറ്റപ്പെടുത്തി തകർക്കാൻ പറ്റാത്തൊരു വായ്, അത് ആർക്കേ ഉള്ളൂ? യേശുവിനെ ഉള്ളൂ. തണുപ്പിക്കുന്ന വായ്, അത് ആരുടെ വായ്? യേശുവിനെ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വായ്, അത് ആർക്കേ ഉള്ളൂ? യേശുവിനെ ഉള്ളൂ. ഏത് പാപത്തിൽ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ചെല്ലുമ്പോഴും ചേർത്ത് പിടിക്കുന്ന, സംസാരിക്കുന്ന, തഴുകുന്ന ഒരു കരമുണ്ടെങ്കിൽ യേശുവിൻ്റെതും, ആ ശബ്ദം യേശുവിൻ്റെത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തി ഒരു പാപത്തിൽ കിടക്കുന്നവനെ ചേർത്ത് പിടിക്കണമെങ്കിൽ അയാളുടെ അകത്തിരിക്കുന്നത് യേശുവാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ തീ പോലെ നടക്കുന്നൊരു കാലഘട്ടമുണ്ട്. മറ്റുള്ളവർ വിധിക്കാത്തൊരു കാലഘട്ടം. മറ്റുള്ളവരുടെ കുറ്റം കണ്ടാലും അതിനേക്കാളും വലിയ കുറ്റം ചെയ്ത് എന്നോട് ക്ഷമിച്ച എൻ്റെ ദൈവം, ഹല്ലേലൂയ, ഈ കുറ്റം എത്രയോ ചെറുത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ എൻ്റെ ഇത് നോക്ക്, പണ്ടത്തെ എൻ്റെ ഇത് നോക്കുമ്പോൾ എൻ്റെ ഇന്ന ആളിനെ, അയ്യോ അത് ഒന്നും പറയാനില്ല. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല, അതിൽ ഒന്നും പറയാനില്ല. പറയാൻ തോന്നൂല. കാരണം അതിനേക്കാളും വലുതല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളൂ. എന്തൊന്നും പറയാൻ തോന്നും? ഇല്ല. ഇതെന്തുകൊണ്ടാണ്? കർത്താവ് നമ്മൾ നിറയുമ്പോഴാണ് ഈ ചിന്ത നമുക്ക് വരുന്നത്. കർത്താവില്ലെങ്കിൽ ഇത് വരില്ല. നമ്മൾ മറ്റുള്ളവരെ പൊക്കി പിടിക്കേ ഉള്ളൂ. പക്ഷെ കർത്താവ് നമ്മൾ നിറയും തോറും, ഹല്ലേലൂയ, ഇതെല്ലാം നമ്മളിൽ മരിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നിറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. നമ്മളിൽ ഇതെല്ലാം മരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ കൃപ മാറുമ്പോൾ, പ്രാർത്ഥനാ ജീവിതവും ദൈവമായിട്ടുള്ള അടുപ്പവും എല്ലാം കുറയുമ്പോൾ, കൂട്ടായ്മ ബന്ധങ്ങൾ കുറയുമ്പോൾ, ദൈവമായിട്ടുള്ള വചനത്തിൻ്റെ ബന്ധങ്ങൾ കുറയുമ്പോൾ, പണ്ട് നമ്മൾ എന്തെല്ലാം ഉപേക്ഷിച്ചോ ഇതെല്ലാം എന്ത് ചെയ്യും? തിരിച്ചു വരും. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പോൾ കണ്ടതാ, ഈ ചെങ്കടൽ രണ്ടായി നിൽക്കുന്നു. ഓ സ്തോത്രം. പാട്ടുകാരൻ പാടി, കാണുന്നു ഞാൻ വിശ്വാസത്താൽ ഇൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നേ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത
കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നേ. ചേർന്ന് കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യം ഓ കൃപ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം രണ്ട് വശത്തും പാറക്കൂട്ടം. ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മുൻപിൽ എന്തോന്നാ? ചെങ്കടൽ. ഹല്ലേലൂയ. എല്ലാ വഴികൾ അടഞ്ഞിവർ നിൽക്കുകയാണ്. പക്ഷേ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ സ്തോത്രം ഫറവോന്റെ സൈന്യം നിൽക്കാൻ പറ്റത്തില്ല. ഇവർ കരഞ്ഞു, തിലവിളിച്ചു, പിറുപിറുത്തു, സങ്കടപ്പെട്ടു. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മോശയുടെ കണ്ണിന് മുമ്പിൽ ഹല്ലേലൂയ ആ ചെങ്കടലിനെ രണ്ടാക്കുവാൻ ദൈവം കൃപ പകരുന്നത്. ചെങ്കടൽ രണ്ടായി നിൽക്കുന്നതും ഇവർ അതിശയിച്ചാണ് ഹൈവേ റോഡിലൂടെ പോയപ്പോൾ ഇതൊക്കെ എങ്ങനെ പറ്റി, ഇത് ദൈവത്തിന് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് സ്തുതിച്ച് അക്കരക്കരയിലെത്തിയപ്പോൾ അഹരോന്റെ സഹോദരിയാകുന്ന മിരിയ തപ്പെടുത്ത് അങ്ങോട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. തപ്പെടുത്ത് താളം തട്ടുവോ, നാവെടുത്തു സ്തുതി പാടുവോ, യേശു എന്നെ വീണ്ടെടുത്തതാ നന്ദിയോടെ സ്തുതി പാടുവോ. എപ്പോഴാണ് സ്തുതി പാടിയത്? ചെങ്കടൽ രണ്ടായപ്പോൾ സ്തുതി പാടി. തൊട്ടപ്പുറത്ത് നിന്ന് ചെന്നപ്പോൾ ഉണ്ട് വെള്ളമില്ല. സ്തുതി പാടിയവര് പിറുപിറുക്കാൻ ഇപ്പുറത്ത് സ്തുതി പാടി. ഓ, ഇത്രയും പ്രശ്നം നിറഞ്ഞ വെള്ളത്തെ രണ്ടാക്കിയ ദൈവം, ഓ അവൻ നല്ലവാനല്ലോ പാടിയത്. ദയയെന്നുമുള്ളത് യേശു വല്ലവാനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവർ പാടി യേശുവെ പോലെ ആരുമില്ല. അല്ലേ എല്ലാം പാടി അപ്പുറത്ത് ചെന്നപ്പോൾ ഉണ്ട് മാറയിലെ വെള്ളം കയ്പ്. അവിടെ തപ്പടിച്ച് കൈയടിച്ച് നൃത്തം ചെയ്ത് അന്യഭാഷയൊക്കെ പറഞ്ഞ് സ്തുതിച്ച് മണിക്കൂറുകൾ നോൺ സ്റ്റോപ്പ് ആരാധനയായിരുന്നു. ഇവിടെ വന്നപ്പോൾ പിറുപിറുക്കാൻ മര്യാദയ്ക്ക് ആ അടുപ്പിൻ്റെ മൂടിൽ വല്ലതും കിടന്ന് ആ പറവം തരുന്ന വല്ല ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചോണ്ട് അവിടെ കിടക്കുമായിരുന്നു. നീ എന്നെ ഇവിടെ കൊണ്ടുവന്ന് മോശേ, ഞങ്ങൾക്ക് ഇപ്പം വെള്ളമില്ല, ആഹാരമില്ല, ഇറച്ചിയില്ല, ഒന്നുമില്ല. കണ്ടോ അവിടെ തൊട്ട് മുമ്പ് എന്തോന്ന് എടുത്തേ? കയ്യിൽ തപ്പെടുത്ത് വെച്ച് പാടിയ ആള് ഇപ്പം മോശ അറിയാം എന്തോന്ന് വെച്ച് തപ്പിനെ ഞങ്ങൾക്ക് ദൂരെ ഇറങ്ങിയിട്ട് തപ്പ് താഴെ പോയി. ഇപ്പം എന്തോന്നാ പറ? ഈ കല്ലെടുത്തതും പഴയ പാപ മനുഷ്യൻ ഇവരുടെ അകത്ത്. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? എങ്ങനെ ഇവർ ക്ഷീണിച്ചു, എങ്ങനെ പിശാച് കടന്നു, എങ്ങനെ ഇവരെ തകർത്തു. ഈ വഴിയാ പറയുന്നത്. ഇത് നീ കണ്ടുമുട്ടി ഇത് ജയം എടുത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയാൽ നിൻ്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ നടക്കും. വിടുതലിൻ്റെ ദിവസമാണെന്ന്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? കല്ലെടുത്തപ്പോൾ ആര് കടന്നു? പിശാചിൻ്റെ ശക്തി. പഴയ വിട്ടിട്ട് വന്ന പാപ സ്വഭാവം, കോപം, പക, വിരോധം, വിദ്വേഷം, പിണക്കം, ദേഷ്യം എല്ലാം ആരുടെ അകത്ത് കടന്നു? അകത്ത്. പിന്നെ പിറുപിറുപ്പേ ഇവർക്ക് ഉള്ളൂ. അങ്ങനെയായപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ, പിന്നെ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ, കൈയടിക്കാൻ, സ്തുതിക്കാൻ, സ്തോത്രം പറയാൻ പറ്റുന്നില്ല. ഇപ്പം ദാഹവുമില്ല, ഇപ്പം ആരാധിക്കാൻ തോന്നൂല, ആരാധനയ്ക്ക് ഇരുന്നാലേ ഉറക്കം. പിന്നെ ഓരോ പഴയ പാപങ്ങളും ചെയ്യാനായിട്ടുള്ള മോഹം. വിട്ട പിറുപിറുപ്പും തിരിച്ചു വന്നു, വിട്ട കള്ളത്തനവും തിരിച്ചു വന്നു, വിട്ട കോപവും തിരിച്ചു വന്നു, വിട്ടതെല്ലാം മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവവും തിരിച്ചു വന്നു, ശപിക്കുന്ന സ്വഭാവവും തിരിച്ചു വന്നു. വിട്ടതെല്ലാം കല്ലെടുത്തതോടും കൂടെ നമ്മളെ ജീവിതത്തിനകത്ത് ഇതുപോലെയാണ്. പ്രശ്നം വരുമ്പോൾ തപ്പെറിയും, കല്ലെടുക്കും. അപ്പം പിശാച് തക്കം പതന്ത് ചെയ്യും, അകത്ത് കിടക്കും. പ്രശ്നം വരുമ്പോൾ പിന്നെ പള്ളിയിൽ ഫ്രണ്ടിലിരുന്നവരെല്ലാം എവിടെ ഇരിക്കുള്ളൂ? ഏറ്റവും ബാക്കറ്റത്ത് നിന്ന് ഒളിച്ച് ഇതൊക്കെ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ തീയെന്ന് പറഞ്ഞാൽ തീ തന്നെ. അത് ആരും അടി പറഞ്ഞു കൊടുക്കണ്ട. അതോ അന്യഭാഷ എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഒരു വരി പറയുമ്പോൾ അന്ധകാര ശക്തി കത്തും. ആരും ചെങ്കടൽ രണ്ടായപ്പോ
പ്രശ്നം മാറിയപ്പോൾ, പ്രതിസന്ധി ഓടിയപ്പോൾ, പ്രതികൂലം ഓടിയപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ അപ്പുറത്തെത്തി മാറ എത്തിയപ്പോൾ, വെള്ളം കിട്ടാതായപ്പോൾ പിറുപിറുപ്പ് തുടങ്ങി. തപ്പെടുത്ത കൈ കൊണ്ട്, സ്തുതിച്ച വാ കൊണ്ട്, ഇവൻ മര്യാദയ്ക്ക് അങ്ങ് വരാതിരുന്നെങ്കിൽ കണ്ടോ, സ്തുതിച്ച വാ കൊണ്ട്, തപ്പടിച്ച കൈ കൊണ്ട്, ആര് തക്കം പറഞ്ഞിരുന്നു? ശത്രു. പിന്നെ ഇവർ പള്ളി വന്ന ഫ്രണ്ട് അറ്റത്തിരുന്ന ആളിപ്പോൾ എവിടെ ഇരിക്കുള്ളൂ? ബാക്കറ്റത്ത് ആരും കാണാതെ പതുക്കെ വന്ന് ഒതുങ്ങി ഇരുന്ന് സ്വത്രം. അല്ലെങ്കിൽ ഇപ്പോൾ വരും, ആദ്യമേ വന്നു ആരാധിച്ചു. എന്തൊരു ദാഹമെന്നറിയാമോ, വന്നിരുന്ന് ദാഹിച്ച് ആരാധിച്ച് ഇരിക്കും. പക്ഷേ ഈ കല്ലെടുത്ത് കഴിഞ്ഞ് പിറുപിറുപ്പ് കഴിഞ്ഞ് സ്വത്രം ഇതൊക്കെ വന്നപ്പോൾ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റൂല, പിന്നെ അപ്പൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റൂല, അപ്പൻ ആരാധിക്കാനോ സ്തുതിക്കാനോ പറ്റൂല. പിന്നെ ഒരു മടിയായി, പിന്നെ സ്വത്രം ദേഷ്യമേ ഉള്ളൂ, പിന്നെ പിണക്കമേ ഉള്ളൂ, പിന്നെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഉടക്കാണ്. ഉടക്കി ഇപ്പോൾ എവിടെ ഇരിക്കുക? ഏറ്റവും ബാക്കറ്റത്ത്. ഇപ്പോൾ സ്വത്രം എല്ലാ ആരാധനയ്ക്കൊന്നും വരില്ല. പിന്നെ ഞായറാഴ്ച മാത്രം വന്ന് പതുക്കെ ഒന്ന് എത്തി നോക്കിയിട്ട്, അതും പകുതിയാകുമ്പോഴേ ആശീർവാദത്തിന് മുമ്പ് പതുക്കെ മുങ്ങയും ഒരിടോ നിൽക്കുകയില്ല, ഒറ്റ ഓടൽ പോകും. കൈയടിച്ച കൈയൊന്നും ആദ്യം തീ പോലെ അടിച്ചത് ഇപ്പം 2 പ്രാവശ്യം താത്ത് 2 പ്രാവശ്യം നിന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ നിൽക്കും. പണ്ടങ്ങനെയല്ല, പണ്ടങ്ങോട്ട് കണ്ണടച്ച് പിടിച്ചോട്ട് തിരിഞ്ഞും ഒന്നും ഇപ്പം അങ്ങനെയല്ല, എല്ലാം പോയി. കാരണം എന്താ? ജീവിതത്തിനകത്ത് പാപം വന്നു. ആളെവിടെ പോയി? ബാക്കറ്റത്ത് പോയി. ക്ഷീണിച്ചിരിക്കുന്നത് തൊട്ട് ചുവരിൻ്റെ ബാക്കിൽ നിന്ന് അന്ധകാര ശക്തിയിൽ കയറാൻ തക്കം. അവന്മാരും വന്ന് ക്ഷീണിച്ചിരുന്നവൻ്റെ അകത്ത് കയറി അവനിലുള്ള നന്മകളെല്ലാം എന്ത് ചെയ്തു? മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ ശക്തിയുടെ പേരാണേത്? ഈ ബൈബിളിലുണ്ട്, വ്യക്തമായിട്ടുണ്ട്. ഈ ശക്തിയുടെ പേരാണ് അമാലക ശക്തി. അവസാനം ഈ ശക്തിയെ അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരേ ഒരു ഇതേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഇനി അതിലൂടെ മാത്രമേ നമുക്കൊരു വിടുതൽ ഉള്ളൂ. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നപ്പാ, അപ്പനെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ആരാധിച്ചു വന്നു. പക്ഷേ ഇന്ന് എവിടൊക്കെ ഞാൻ വീണ സ്ഥാനത്ത് എൻ്റെ ബലഹീന വശം കണ്ട് ഞാൻ കുറ്റപ്പെടുത്തും തോറും ഞാൻ വിചാരിച്ചു ഞാൻ കുറ്റപ്പെടുത്തുകയല്ലെന്ന്. പക്ഷേ ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തി നടക്കും തോറും എൻ്റെ ബലഹീന വശം ദുഷ്ടൻ കണ്ട് അവൻ കൈകാര്യം ചെയ്തു. എന്നാൽ ഇന്ന് അപ്പൻ്റെ അടുക്കലേക്ക് അടുത്ത് വരാം, കുറവുകളെ ഉണരാം, തെറ്റുകളെ ഉണരാം, പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പേക്ഷിക്കാം. യേശുപ്പച്ച, എനിക്ക് അങ്ങയുടെ ശക്തി വേണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മക്കളെ സ്തോത്രം, നിങ്ങൾക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നേക്കും ഇരിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ തരും. കാര്യസ്ഥനെ എന്നേക്കും ഇരിക്കുവാൻ അതെൻ്റെ അകത്ത് തന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മക്കളായി മാറും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ മരിക്കും. ഇല്ല എങ്കിൽ ഈ ഇരുട്ടിൻ്റെ ശക്തി നിങ്ങളെ കീഴടക്കും. ഹല്ലേലൂയ, സ്തോത്രം. യുദ്ധമുണ്ട്, അവസാനം വരെയും യുദ്ധമുണ്ട്. അത് ബൈബിൾ പറയുന്നു. അബിഗയിൽ പറഞ്ഞു, അങ്ങ് യജമാനെ, അങ്ങ് യഹോവയുടെ യുദ്ധമല്ലേ ചെയ്യുന്നത്? എന്താണ് യഹോവയുടെ യുദ്ധം? സ്തോത്രം. എൻ്റെ ജഡത്തെ തകർക്കുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ യുദ്ധം ചെയ്ത് കീഴടക്കുന്ന എത്രയൊക്കെ ആഗ്രഹമുണ്ട്. അതേ കർത്താവേ, ഞാൻ ഒരുപാട് സ്ഥലത്ത് വീണുപോയി. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്ന് തപ്പെടുത്ത് പാടിയ ആളല്ല. ഇപ്പം പ്രശ്നം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ, കർത്താവേ അപ്പാ ഞാൻ മാറിപ്പോയി. പ്രശ്നം, പ്രതിസന്ധി കണ്ടോ? നമ്മുടെ ആരാധന കുറഞ്ഞപ്പോൾ, പ്രാർത്ഥന ബന്ധങ്ങൾ കുറഞ്ഞപ്പോൾ അവൻ റൂട്ട് കണ്ടുപിടിച്ചു. എവിടെ ക്ഷീണിച്ചിരിക്കുന്നു നോക്കി. ഫ്രണ്ടിൽ ഇരുന്ന ആളിപ്പം ബാക്കിൽ വന്നപ്പോൾ ശത്രു കടന്നു. പക്ഷേ ഇനി ഒറ്റ മാർഗമുണ്ട് പുറത്തു വരാൻ. ഒറ്റ മാർഗം. ഏത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുക, ബന്ധനങ്ങൾ അടിച്ച് ആരാധിച്ച്. ഇന്നത്തെ ദിവസം അപ്പൻ്റെ ഇളയ മകൻ മടങ്ങി വന്നതുപോലെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ തീരുമാനിക്കുക മാത്രമല്ല, മടങ്ങി വന്ന് ആ നഷ്ടപ്പെട്ട വസ്ത്രം, നഷ്ടപ്പെട്ട അധികാരം, നഷ്ടപ്പെട്ട ചെരുപ്പ്, 3 കാര്യം, നഷ്ടപ്പെട്ട വസ്ത്രം, നഷ്ടപ്പെട്ട മോതിരം, നഷ്ടപ്പെട്ട ചെരുപ്പ്, 3 പ്രാപിക്കാൻ ഇന്നത്തെ പകൽക്കാലം എനിക്ക് നിങ്ങൾക്കൊരു അവസരം ദൈവം തരികയാണ്. ആ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട്, അതേ കർത്താവേ, അതേ അപ്പ, അതേ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞ ആ ഇരുട്ടിൻ്റെ ശക്തി, എൻ്റെ പ്രാർത്ഥന ജീവിതം പോയി. ഇന്ന് എനിക്ക് പ്രാർത്ഥനയില്ല. ഇന്ന് എൻ്റെ വചന ധ്യാനം പോയി. അപ്പാ ഇന്ന് കൂട്ടായ്മ ബന്ധങ്ങളെല്ലാം
ഞാൻ വേറെ പല കാരണങ്ങളും കണ്ടുപിടിച്ച് അതിനെല്ലാം മുടക്കിച്ചു. ശത്രുവാണ് കാരണം ഇട്ടത്. ഞാൻ എന്നിലുള്ള പരിശുദ്ധാത്മാവല്ല. ഞാൻ എൻ്റെ ജഡം പറഞ്ഞത് ഞാൻ കേട്ടു, എൻ്റെ മനസ്സ് പറഞ്ഞത് കേട്ടു, എൻ്റെ ആത്മാവ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. ആർക്കൊക്കെ ഉറപ്പായിട്ട് പറയാൻ പറ്റും? അതെ, ആത്മാവ് പറഞ്ഞത് കേൾക്കാതെ ഞാൻ എൻ്റെ ജഡം പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ആരാധനകളെല്ലാം പൂട്ടി. ഞാൻ കർത്താവിനായിട്ട് നിന്ന സ്ഥലങ്ങളെല്ലാം പൂട്ടിച്ചു. ഞാൻ തന്നെ പൂട്ടി. ഞാൻ തന്നെ എൻ്റെ വായി കൊണ്ട് പല വാക്കുകളും പറഞ്ഞ് പൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ ഇപ്പം മിണ്ടാൻ പറ്റാതെ ഞാൻ ഒതുക്കപ്പെട്ട ആളായി. എൻ്റെ പ്രാർത്ഥന ഒതുക്കി, എൻ്റെ വിശ്വാസം ഒതുക്കി, എൻ്റെ സ്തുതി ഒതുക്കി, എൻ്റെ സ്തോത്രം ഒതുക്കി. ഞാനിപ്പോ പുറകെ വന്നിരിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവേ, അന്ന് അങ്ങനെയല്ല. പറന്ന് നടന്ന ആളായിരുന്നു. പ്രതികൂലം കാണുമ്പോൾ, പ്രശ്നം കാണുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ പദ്ധതികളെല്ലാം ഉടയുമായിരുന്നു. എന്നാൽ ഇതെല്ലാം എന്നെ വീഴ്ത്തിയിരിക്കുന്നു. ഞാൻ പൂട്ടപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന പോയി. ഞാൻ പണ്ട് നിന്ന് ആരാധന എന്ന് പറഞ്ഞാൽ അസാധ്യ ആരാധനയായിരുന്നു. അപ്പാ, ഞാൻ വചനം വായിക്കാൻ മണിക്കൂറുകൾ ഇരിക്കും. പ്രാർത്ഥിക്കാൻ എനിക്ക് ആരും പറഞ്ഞിട്ടല്ല. ഓ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും, ആരെയും കാണിക്കാനല്ല. ഓഹോ, അയ്യോ, എൻ്റെ പ്രാർത്ഥന എനിക്ക് എണിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു ആരാധന എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ബാക്കിയുള്ള മെയിൻ കാര്യം പോലും ഞാൻ മാറ്റി വയ്ക്കുമായിരുന്നു. ഇന്ന് മെയിൻ കാര്യമൊന്നും ഞാൻ മാറ്റി വയ്ക്കാൻ എടുക്കാറില്ല. അപ്പാ, അതൊക്കെ ഞാൻ തിരിച്ചെടുത്തു. ഞാൻ ലോകത്തിൻ്റെ കാര്യങ്ങൾ കയ്യിലെടുത്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ എൻ്റെ വാ കൊണ്ട് അടച്ചു പൂട്ടി. എൻ്റെ ജഡം പറഞ്ഞത് കേട്ടു. ആത്മാവ് പറഞ്ഞു, മോളെ, നിന്റെ മേലൊരു ശുശ്രൂഷ ഉണ്ടെന്ന്. ഞാൻ കേട്ടില്ല. ആത്മാവ് പറഞ്ഞു, മോനെ, നീ ആയിട്ട് നിനക്ക് തന്നത് പൂട്ടരുതെന്ന്. പക്ഷേ എൻ്റെ ജഡം പറഞ്ഞു, എന്നാ പിന്നെ ഒന്ന് കാണട്ടെന്ന്. അങ്ങനെ ഞാൻ ഇട്ട വള്ളവും വലയൊക്കെ തിരിച്ചെടുത്തിട്ട് കുറേ റൂട്ടുകൾ ഞാൻ കണ്ടുപിടിച്ചു, പഴിചാരി നിന്നു. എന്നാൽ ഇന്നിതാ കർത്താവേ, ഇരുട്ടിൻ്റെ ശക്തി, എൻ്റെ ജഡത്തിൻ്റെ പാപപ്രവർത്തികളുടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, എൻ്റെ വാക്കകത്ത് സംസാരം, എൻ്റെ നോട്ടം, എൻ്റെ ചിന്ത, എൻ്റെ വികാര തലങ്ങളെല്ലാം പാപം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. യേശുവേ, അന്നുള്ള ചൂട് എനിക്കില്ല. അന്നുള്ള ആരാധനയ്ക്കാനുള്ള താല്പര്യവും ദാഹവും എനിക്കില്ല. ഇന്ന് ഞാൻ കുഴഞ്ഞാളായി നിൽക്കുന്നു. എന്നാൽ ഇന്ന് ഇതിനകത്ത് വരുന്നു, ഈ പ്രതികൂലങ്ങളെ പൊട്ടിച്ച്, ഈ പ്രശ്നങ്ങളെ പൊട്ടിച്ച് ആത്മാവിന്റെ നിറവോടെ പുറത്തു വരാൻ ഞാനിതാ യേശുവിന്റെ അടുക്കൽ വരുന്നു. അപ്പൊ ഇതിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ആമേൻ. 3 സാധനങ്ങൾ നിനക്ക് നഷ്ടപ്പെടില്ലേ? നിന്റെ കയ്യിൽ നിന്ന് പോയില്ലേ? കാലിൽ നിന്ന് പോയില്ലേ? നിന്റെ ആ വിശുദ്ധ വസ്ത്രമില്ലേ? 3 കാര്യമില്ലേ? അത് പോയില്ലേ? എല്ലാം സ്വത്രം കളഞ്ഞതെല്ലാം തിരിച്ചെടുത്തൂല്ലേ? നിന്റെ ജഡത്തെ ഏൽപ്പിച്ചോണ്ടാ. പക്ഷെ ആത്മാവ് ഒരുക്കമുള്ളതാ. ആത്മാവ് പറയും, മക്കളെ, ആരാ നടക്കല്ലേ? ആത്മാവ് പറയും, വചനമിട്. ആത്മാവ് പറയും, പ്രാർത്ഥിര്. ആത്മാവ് പറയും, ആദ്യ സ്നേഹത്തിലേക്ക് വാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്?